ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ അത്ഭുത സിദ്ധികൾ പ്രകടമാക്കുന്ന അനേക സംഭവങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. അദ്ദേഹം സർവജ്ഞനായ യോഗീശ്വരൻ ആയിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. ആര് എന്ത് വിചാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നെല്ലാം അദ്ദേഹം അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില സംഭവങ്ങൾ പറയാം. ശിവഗിരിയിൽ ഓരോ സ്ഥാപനങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അതിലേക്കായി ജനങ്ങൾ അവരുടെ കഴിവനുസരിച്ച് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ വളരെ ദരിദ്രയായ ഒരു സ്ത്രീ അവർക്ക് തന്നാൽ പറ്റുന്ന വിധം എന്തെങ്കിലും സംഭാവന നൽകണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ പണമൊന്നുമില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും പണയം വെച്ച് കിട്ടുന്ന പണം കൊടുക്കാമെന്ന് വെച്ചാൽ അതിന് പറ്റിയതായി വീട്ടിലുള്ള ഏക വസ്തു ഒരു നിലവിളക്കാണ്. അവർ അത് ഒരാൾക്ക് പണയമായി കൊടുത്ത് കിട്ടിയ പണം ശിവഗിരിയിൽ കൊണ്ടുപോയി ഗുരുദേവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ അവരെ നോക്കി ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു: "നീ ഈ പണം തിരികെ എടുത്തുകൊള്ളൂ. നിന്റെ സമർപ്പണം നാം സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് നല്ലത് വരും." ആ സ്ത്രീ ഗുരുദേവൻ്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചുപോയി. അവരുടെ ഭവനത്തിലും സന്ധ്യാദീപം തെളിയണം. അതിന് മുടക്കം വരാൻ ഗുരു അനുവദിക്കുമോ? മറ്റൊരു സ്ത്രീക്ക് സംഭാവന നൽകാൻ അവരുടെ കയ്യിൽ 1 രൂപയേ ഉള്ളൂ. അവർ തൻ്റെ കമ്മലുകൾ പണയം വെച്ച് 4 രൂപ കൂടി സംഘടിപ്പിച്ച് 5 രൂപ തികച്ച് ഗുരുദേവന് സമർപ്പിച്ചു. ഗുരുദേവൻ അവിടെ പണം വാങ്ങുന്നയാളോട് 1 രൂപ മാത്രം എടുത്താൽ മതി, 4 രൂപ അവർക്ക് തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ചു. ഗുരുദേവൻ തനിക്ക് നൽകുന്ന വസ്തു എങ്ങനെയുള്ളതാണ് എന്ന് അറിയുന്നുണ്ട്. അദ്ദേഹം എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊരിക്കൽ ധനികയായ ഒരു സ്ത്രീ ശിവഗിരിയിൽ സംഭാവന നൽകുന്നതിനായി അവരുടെ ഭർത്താവിനോട് 5 രൂപ ആവശ്യപ്പെട്ടു. പിശുക്കനായ അവരുടെ ഭർത്താവ് 2 രൂപ കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. ആ സ്ത്രീ 2 രൂപ പോരാ, 5 രൂപ തികച്ചും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് 5 രൂപ വാങ്ങി ശിവഗിരിയിൽ പോയി. ആ പണം ഗുരുദേവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ ഗുരുദേവൻ അവരെ നോക്കി 2 രൂപ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട ആ സ്ത്രീ തൻ്റെ ഭർത്താവ് പറഞ്ഞത് ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അത്ഭുതപ്പെട്ടു. നമസ്കാരം.